ഹായ് ഫ്രണ്ട്സ്, മുത്തുമണീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത് ചെമ്പല്ലി വെട്ടി വൃത്തിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വൈഫാണ് സന്ധ്യ, മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തല വെട്ടി മാറ്റി സൈഡ് രണ്ടും ചെത്തി വൃത്തിയാക്കും. അതിനെ അകത്തെ എല്ലാം ഞങ്ങൾ ചൂണ്ടായിട്ടുണ്ട് പിടിച്ചോണ്ട് വന്ന മീനാണത്. കുടമീനാണ്, ജീവനുള്ള മീനാണ്. കുത്തിമീൻ കണ്ടോണേ, പച്ച പോലെ പൊടി പിടിച്ചോണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പൊടി പിടിച്ചു. കഴുകാൻ പോവാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. ആ ചാരത്തിൻ്റെ ഇതെല്ലാം പോകണം. ആദ്യമേ ഇതൊന്ന് ആ ചാരത്തിൻ്റെ ഇതെല്ലാം കഴുകി മാറ്റി കളഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ കഴുകണം. ആ വെള്ളം നമുക്കത് കളഞ്ഞു. ആ മഞ്ഞപ്പൊടി ഉപ്പും എടുത്ത് അത് കഴിഞ്ഞ് ഉപ്പുപൊടി ഇട്ട് ഉപ്പുപൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. എന്നാലും അതിനകത്ത് ആ മീനിൻ്റെ ആ ഇതുമെല്ലാം അങ്ങ് മാറത്തുള്ളൂ, ആ ഉളുപ്പും കാര്യങ്ങളൊക്കെ അങ്ങ് മാറത്തുള്ളൂ. നല്ല വൃത്തിക്ക് തന്നെ കഴുകി ഉലയ്ക്കണം. മഞ്ഞപ്പൊടി ഇപ്പോൾ അതിൻ്റെ കളർ തന്നെ നല്ല മഞ്ഞ കളറായി വെള്ളം മൊത്തം. അത് ഉപ്പുപൊടി ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തെ ആ ഉളുമ്പും കാര്യങ്ങളൊക്കെ പോവും. പിന്നെ മഞ്ഞപ്പൊടി നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കോളും. അതിനുവേണ്ടിയാണ് മഞ്ഞപ്പൊടി ഇട്ട് വൃത്തിയായിട്ട് കഴുകുന്നത്. ഞങ്ങളുടെ വീട്ടിലിങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ആ ഇതും എല്ലാം അങ്ങ് മാറും. ഇപ്പം തന്നെ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 5-6 വട്ടം കൂടെ കഴുകും. ഈ വെള്ളം കളഞ്ഞു കഴിഞ്ഞ് പിന്നെ ഒരു 5-6 വട്ടം കൂടെ കഴുകി നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കും. മറ്റേ പാത്രത്തിലോട്ട് മാറ്റുവാണ്.
വെള്ളം കളയാം. വേറെ നല്ല വെള്ളം എടുക്കുക. പാത്രം ഒന്ന് നല്ലതായിട്ടൊന്ന് കഴുകി ഇതിനകത്തെ ഇതെല്ലാം ഒന്ന് കളയണം. അതിൻ്റെ ചെറുമ്പന കാര്യങ്ങളുണ്ട്, അതെല്ലാം പോകണം. അത് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. നല്ലപോലെ ഉലച്ച് കഴിയണം, എന്നാലേ അതിൻ്റെ അഴുക്കും കാര്യങ്ങളെല്ലാം നല്ലപോലെ പോകത്തുള്ളൂ. നമ്മൾ വയറിനകത്തൊക്കെ നേരത്തെ കുത്തി കളഞ്ഞായിരുന്നു. നമ്മളിങ്ങനെ ഒരു 5-6 വട്ടം കഴുകും. ഇപ്പം തന്നെ നല്ല തെളിഞ്ഞ് വരുന്നുണ്ട്. എത്ര വട്ടം കഴിയും തോറും അതുപോലെ മീൻ വൃത്തിയായിക്കൊണ്ടിരിക്കും. മീൻ വെട്ടുന്നതിൻ്റെ ലാസ്റ്റത്തെ കഴുകി വൃത്തിയാക്കുന്ന ലാസ്റ്റത്തിലോട്ട് പോകണം. ആദ്യം ഇതിൻ്റെ വയറ്റിനകത്ത് ഇതെല്ലാം കുത്തിക്കളയണം. കുത്തിക്കളഞ്ഞ് വൃത്തിയാക്കി നല്ലപോലെ കഴുകിയെടുക്കണം. ഇങ്ങനെ കഴുകി എടുത്തിട്ട് വറക്കാറായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വരഞ്ഞ് തിരിച്ച് വരയണം. തിരിച്ച് വരഞ്ഞ് എടുക്കണം. വേറെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഈ മീനെല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു 5-6 വട്ടം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ വയറിനകത്ത് ബാക്കിയുള്ളതെല്ലാം കുത്തിയെടുത്ത് കളയുന്നത്. നമുക്ക് ആ വെള്ളത്തിൽ തന്നെ ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി ഇപ്പുറത്തോട്ട് നൽകി. അപ്പം തന്നെ നല്ലപോലെ പൂവെള്ളയായിട്ട് തെളിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ ക്ലീനായിട്ടുണ്ട്. വരഞ്ഞ് വൃത്തിയാക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. നമുക്കിനി അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മസാലപ്പൊടി ആവശ്യത്തിന് ഇടുക. മീനിൻ്റെ കണക്കനുസരിച്ചാണ് ഓരോ ചേരുവയും ചേർക്കുന്നത്. അധികം മഞ്ഞൾപ്പൊടി ഇട്ടു, അത് കഴിഞ്ഞ് മസാലപ്പൊടി ഇട്ടു, ഉപ്പ് പാകത്തിന്, മുളക് പൊടി പാകത്തിനുള്ള മുളക് പൊടിയാണ് ഇടേണ്ടത്. നമ്മളിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ലാസ്റ്റ് ചേരുവ എന്ന് പറയുന്നത് പെരുംജീരകപ്പൊടിയാണ്. അതും നല്ലപോലെ
മിക്സ് ആക്കി എടുക്കണം. അത് കഴിഞ്ഞ് എണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. എണ്ണ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മീൻ വറുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റും നല്ലപോലെ മൊരിഞ്ഞും കിട്ടും. ഇപ്പോൾ തന്നെ അതിൻ്റെ കളർ തന്നെ നല്ലപോലെ മാറിയിരിക്കുന്നു. നല്ല ചുമന്ന് നല്ലപോലെ ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു 1/4 മണിക്കൂർ അത് പുരട്ടി വെക്കും. അത് കഴിഞ്ഞാണ് നമ്മൾ വറക്കാനായിട്ട് എടുക്കുന്നത്.